ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം ചെന്നൈയിലെ വ്യവസായി ഡി മണിയിലേക്ക്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമെന്ന SIT കണ്ടെത്തൽ. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് മണിയെന്ന് വിദേശ വ്യവസായിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും SITക്ക് മൊഴി ലഭിച്ചു. മൊഴിയുടെ ആധികാരികത SIT പരിശോധിക്കുകയാണ്. ശബരിമലയിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ഒരു വ്യവസായിക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയിൽ നിന്നാണ് ഡി മണി എന്നറിയപ്പെടുന്ന ആളാണ് അതെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇയാൾ പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് SIT കണ്ടെത്തി. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഡി മണിയെന്ന് വിദേശ വ്യവസായി SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. 2020 ഒക്ടോബർ 26-നാണ് വിഗ്രഹക്കടത്തിന്റെ പണം കൈമാറിയത്. ഡി മണി പണവുമായി തിരുവനന്തപുരത്താണ് എത്തിയതെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും മൊഴിയിൽ പറയുന്നു. മൊഴിയുടെ ആധികാരികത അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസുമായുള്ള ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ശബരിമല സ്വർണ്ണമോഷണത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള അന്വേഷണവും SIT ഊർജിതമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ വ്യാപാരി ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെ കഴിഞ്ഞ 19-നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച ശേഷം തട്ടിയെടുത്ത് വിറ്റത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ ആയിരുന്നുവെന്ന് SIT കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു അറസ്റ്റ്. സ്വർണം വാങ്ങിയതിന് പകരമായി 9.99 ലക്ഷം രൂപ DDI ദേവസ്വത്തിൽ അടച്ചിരുന്നുവെന്നാണ് ഗോവർദ്ധന്റെ അവകാശവാദം. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിന് പലതവണ ഹാജരായിരുന്നതാണെന്നും ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നു.